ഹലോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ 100ാമത്തെ റെസിപ്പിയാണ്. ഇത് നമ്മളൊരു ന്യൂ ഇയർ സ്പെഷ്യലായിട്ടാണ് ഇതൊന്നും ഉണ്ടാക്കുന്നത്. സപ്പോർട്ട് തന്ന എല്ലാവർക്കും താങ്ക്സ്. ഇന്ന് നമ്മൾ നല്ലൊരു പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് 1 കിലോ പോർക്ക് ഞാനിത് കഴുകി നല്ലപോലെ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് 1 കിലോ ഉണ്ട്. അപ്പോൾ അതിന് 2 സവോള ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. ഞാനിത് നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു 10-15 വെളുത്തുള്ളിയുടെ അല്ലിയുണ്ട്, അത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ പകുതി ഇട്ട് ആദ്യം പോർക്ക് വേവിക്കുമ്പോൾ നമുക്കൊന്ന് ചേർക്കണം. ബാക്കി നമുക്ക് എണ്ണക്കകത്ത് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിത് ഗരം മസാലയാണ്. ഗരം മസാല ചെറിയ സ്പൂൺ ഇടാം. വലിയ സ്പൂണും മുളക് പൊടി വേണം. ഒരു വലിയ സ്പൂണും മല്ലിപ്പൊടി വേണം. പിന്നെ കുരുമുളക് പൊടി നമുക്കൊരു ചെറിയ സ്പൂൺ ഇടാം. ചെറിയ സ്പൂണും മഞ്ഞളും ഇടാം. 2 തണ്ട് കരിവേപ്പില ഇട്ട് നമുക്ക് ആദ്യം കുറച്ച് മസാല ഇട്ട് പോർക്കൊന്ന് കുക്കറിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കുക്കറിലോട്ട് ഞാൻ പോർക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പകുതി നമുക്ക് ഇതിനകത്തിടാം. ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1/2 സ്പൂൺ മുളക് പൊടി ഇടാം. ഇച്ചിരി മഞ്ഞളും ഇടാം. ഇതെല്ലാം കൂടി നമ്മളൊന്ന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും തന്നെ നമുക്ക് ഇപ്പോൾ ഇടാം. എന്നാലും പോർക്കിലൊക്കെ നല്ലപോലെ ഉപ്പ് പിടിക്കുള്ളൂ. നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊരു 10 മിനിറ്റ് വേവിക്കണം. നമുക്ക് ഈ സമയത്ത് ഒരു 2 കരിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കുക്കറിൽ ഒരു 10 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ കുക്കർ നമ്മൾ വിസിൽ വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് നമ്മൾ 10 മിനിറ്റ് സ്ലോയിൽ വെക്കണം. അപ്പോഴത്തേനും നമ്മുടെ പോർക്ക് നല്ലപോലെ വെന്ത് കിട്ടും. നമുക്കിത് വിസിൽ വെച്ച് കുക്കർ അടച്ചു വെക്കാം. ഒരു പാൻ ചൂടാക്കി ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ പോർക്ക് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂപ്പിക്കാം. നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് സവോള ചേർക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് സവോള ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴലുന്നവരെ നമുക്ക് ഇളക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി മുമ്പേ നമ്മൾ 1/2 സ്പൂൺ ചേർത്ത്, ഇപ്പോൾ 1/2 സ്പൂൺ കൂടെ ചേർക്കാം. 1/2 സ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർക്കാം. ഇത്തിരി ഉപ്പും മഞ്ഞളും കൂടെ ചേർക്കാം. നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കാം. ഗ്യാസൊക്കെ നമ്മളൊന്ന് സ്ലോ ആക്കിയിട്ട് വേണം ഈ പൊടിയൊക്കെ ഇടാൻ. നല്ലപോലെ ഒന്ന് സ്ലോ ആക്കിയിട്ട് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാല ഇതിൻ്റെ കൂടെ ചേർക്കാം. ഈ പോർക്ക് വരട്ടേനൊക്കെ ഗരം മസാലയും കുരുമുളക് പൊടിയുടെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണത്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമ്മളിതൊന്ന് നല്ലപോലെ ഇളക്കി നോക്കിയിട്ട് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചിരി പറ്റിക്കാൻ വേണ്ടി വെക്കണം. നമ്മൾ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ചാറ് വേണ്ട. പീസൊക്കെ വെന്തോന്ന് നമ്മളൊന്ന് എടുത്ത് നെക്കി നോക്കണം. വെന്തില്ലെങ്കിലും ഒരു 2-3 വിസിലും കൂടിയും വെച്ചാൽ കുഴപ്പമില്ല. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം എന്തോന്ന്. ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഈ വെള്ളം ഒന്ന് കുറച്ചൊന്ന് പറ്റുന്നത് വരെ നമുക്കിതൊന്ന് ഈ കുക്കറിൽ തന്നെ വെച്ച് നമുക്കൊന്ന് ഇളക്കി പറ്റിക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളം പറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി കടയിൽ മസാല നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇത് ചേർക്കാം. നമ്മുടെ ഈ മസാലക്കകത്തോട്ട് നമുക്ക് പോർക്ക് ചേർക്കാം. നല്ലപോലെ വരട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. പോർക്ക് വരട്ടിയിൽ നിന്ന് നമ്മൾ ഒത്തിരി ചാറ് എടുക്കില്ല. നമുക്കിത് കടയിലിട്ട് നല്ലതുപോലെ നമ്മൾ വരട്ടിയെടുക്കണം. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ മസാലയെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് എല്ലാവരും നോക്കണം. കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് വരളുന്ന വരെ നമുക്ക് ഇളക്കാം. നമ്മുടെ പോർക്ക് ഫ്രൈ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ട് നല്ലതുപോലെ വരണ്ട ചാറൊക്കെ പറ്റി
നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ പോർക്ക് ഫ്രൈ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.